അതിനു മുമ്പ് തന്നെ നമുക്ക് അറിയാമായിരുന്നു ഇത് നിവിൻ്റെ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന സംഭവമാണ്. പിന്നെ നിവിന് ഈ ഒരു ജനറേഷനിൽ നിവിൻ്റെ ഒരു മാനറിസത്തിന് പറ്റിയ ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഷേഡി. പിന്നെ പക്ഷെ ഇവരുടെ ഒരു പ്രായ വ്യത്യാസം, ആളൊരു ന്യൂജൻ പടങ്ങൾ എടുക്കുന്ന ആളാണ്. അതിലേക്ക് എങ്ങനെ നിവിൻ പോളി വരും, അങ്ങനെ ഒരു സ്ക്രിപ്റ്റിനാണ് അവർ കാത്തിരുന്നതെന്ന് തോന്നുന്നു. അത് ഈ കറക്റ്റ് സമയത്ത് സംഭവിച്ചു. ഒരു ഡൾ മൊമെൻ്റ് ഇല്ല ഈ സിനിമയിൽ. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഓർഗാനിക്കും വളരെ നാച്ചുറലായിട്ട് ഗിരീഷ് ഷേഡിയുടെ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ നിവിൻ്റെ മാനറിസം ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് തിയേറ്ററിനകത്ത് ഫാമിലി ആയിട്ട് കണ്ടിരിക്കുന്ന ക്ലീൻ ആയിട്ടുള്ള ഫാമിലി എൻ്റർടൈനർ. നിവിൻ മമിത പെയർ ഒരു രക്ഷയില്ല. ഭയങ്കര എന്തോ ഒരു ഗംഭീര കെമിസ്ട്രി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൗണ്ടറുകളെല്ലാം വർക്കാവുന്നുണ്ട്. സംഗീതം മുതൽ അങ്ങോട്ട് എല്ലാവരും പെർഫോമൻസ് കൊണ്ട് അഴിഞ്ഞാടിയിരിക്കും. പോണവരൊക്കെ സീനാ. അമ്മാതിരി നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എല്ലാ ക്യാരക്ടറും കിടില്ല. സെക്കൻഡ് ഹാഫിന് എന്താവും എന്നുള്ളൊരു ഇതിലാണ്. ഫാമിലിക്ക് സൂപ്പറാ അടിപൊളിയായിട്ട് കാണാം. ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ലാഗ് ഒന്നുമില്ല. നമുക്കിങ്ങനെ കടപ്പെട്ടപ്പെട്ടാന്ന് പറ പടം പോണത് പൊന്നളിയാ. കൈയടിക്കാനും ചിരിക്കാനും മാത്രം സമയം ഉണ്ടാവുള്ളൂ. അമ്മാതിരി ഐറ്റം ഫുള്ള് കോമഡി, നല്ല നാച്ചുറൽ ആക്ടിങ്. എല്ലാവരും ഒരു തരി ഒരു ബോറടിക്കില്ല. പഴയ നിവിൻ പോളി ഓണം കൊണ്ടായി ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്തു. ഫുള്ള് കോമഡി. മറ്റേ സംഗീതത്തിന്റെ പേര് സംഗീതമൊക്കെ ഒരു രക്ഷയില്ല. ഒയ്യോ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അമ്മാതിരി പണം നൈസായിട്ട് ഗംഭീരായിട്ട് ഓരോ എല്ലാവരും കൈയടിയ തിയേറ്ററിൽ കൈയടിക്കാച്ചിരിക്കുക. ഇന്റർവെൽ വരെ എങ്ങനെയാണെങ്കിൽ പടം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എന്റെ പൊന്നിയാട്ട തകർത്തിന് വിളി അടിപൊളി. ഓണം തൂക്കും. ഫസ്റ്റ് ഹാഫ് തന്നെ കിട്ടില്ല, ഒരു രക്ഷയില്ല. ചിരിച്ചു ഉപ്പാട് ഇളകി. അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഇപ്പൊ ഹൈലാ പോണത്. സെക്കൻഡ് ഹാഫ് ഓണം തൂക്കി. നല്ല കയ്യടി, നല്ല ചിരി, നല്ല അടിപൊളി. കിട്ടില്ലെന്നായിട്ടുണ്ട്. എല്ലാവരും വർക്കായിട്ടുണ്ട്. നല്ല ചിരിച്ച് കളിച്ച് നമുക്ക് ഭയങ്കര സന്തോഷം. മനസ്സിന് ഭയങ്കര ഹാപ്പി. ഓണം വിന്നർ നിവിൻ തൂക്കി. ഉഗ്രം പടം എന്ന് പറഞ്ഞാൽ പ്രേമലുവിന്റെ ഒക്കെ അത്ര ഉക്കും എല്ലാം. പ്രേമലു ടീംസ് മുഴുവനുണ്ട്. മറ്റേ നെസ്ലിനൊഴി ബാക്കി എല്ലാവരും ഉണ്ട്. നിറഞ്ഞ കൈഡിയായിരുന്നു വീട്ടിലോട്ട്. ഉഗ്രം നമ്പറുകൾ, അടിപൊളി നമ്പർ. കുറെ നാൾ കൂട്ടി കിടിൽ നമ്പറുകൾ കേൾക്കുന്നു. നിവിൻ പോളി കലക്കി. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് വീണ്ടും സർവമായ കഴിഞ്ഞ് വേറൊരു തിരിച്ചുവരവും കൂടെ അടിപൊളി കിട്ടും. ഉഗ്രം അത് മിസ് ചെയ്ത് നിവിൻ പോളിയും കിട്ടി. നല്ല രസം. ഒരു മിനിറ്റ് പോലും ഒരു ലാഗ് തോന്നില്ല കേട്ടോ. നല്ല രസമായിട്ട് ചിരി എന്ന് പറഞ്ഞാൽ തിയേറ്റർ നിറഞ്ഞ് ചിരിയായിരുന്നു. അടിപൊളി പടം, കിടില പടം. 90 കിഡ്സ് അത് പ്രേമലു